ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജീസ് ഇപ്പം എങ്ങനെയാണ്, അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി റീഡിങ് നോക്കിയിട്ട് കുറച്ചായും തോന്നുന്നു, അതുകൊണ്ട് തന്നെ കമൻസിലും പലരും ചോദിക്കുന്നുണ്ട് തേർഡ് പാർട്ടി റീഡിങ് ഇടാമോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ചോദിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കമൻസിൽ ലൈവ് റീഡിങ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, വോയിസ് ഓവർ താല്പര്യമുണ്ട്, രണ്ടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സോ ഒരു വൺസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ലൈവ് റീഡിങ്ങും ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ്ലി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എൻ്റെ ഒരു കരിയർ വൈസ് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കംപ്ലീറ്റ്ലി വോയിസ് ഓവറിലേക്ക് മാത്രം മാറിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു വൺസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിൽ ലൈവ് റീഡിംഗ് ആയിട്ടും അല്ലാത്തപ്പോൾ വോയിസ് ഓവറായിട്ടും മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത ചില വീഡിയോസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാമോ എന്ന് ചിലർ കമൻസിൽ ചോദിക്കുന്ന കണ്ടു. അതായത് ആ ഒരു എനർജിയിൽ തന്നെയുള്ളവരുടെ നെക്സ്റ്റ് കാര്യങ്ങൾ പറയാമോ എന്നുള്ളത്. അത് നമ്മളിവിടെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് തന്നെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് അടുത്തൊരു റീഡിങ്ങിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എനർജിയോ അല്ലെങ്കിൽ ഒരാളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഓവറോൾ എനർജിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ വ്യൂവേഴ്സ് എന്നുള്ള നിലയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളിൽ പലരുടെയും എനർജീസ് കയറി വരാം, മിക്സിംഗ് അപ്പ് ഓഫ് എനർജീസ് വരാം, അല്ലെങ്കിൽ ആരുടെയാണ് വളരെ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ളവരുടെ എനർജീസ് വരാം. ചിലപ്പോൾ പേഴ്സണൽ റീഡിംഗ് അടുപ്പിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും കമൻസ് ഇടുന്ന ആൾക്കാരുടെ എനർജീസ് കയറി വരാനും ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കമൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാമായിരിക്കും ഇതെൻ്റെ എനർജിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് കമൻസ് ഇടുന്നവർ കൂടുതലും മിക്കപ്പോഴും കമൻസ് ഇടുന്ന വ്യക്തികൾ തന്നെയാണ്. കാരണം അവരുടെ എനർജീസ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജനറൽ റീഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എനർജി തന്നെ കിട്ടില്ല. അത് പേഴ്സണൽ റീഡിങ്ങിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും തമ്മിൽ നല്ല രീതിയിൽ ഏജ് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കും. അതുമാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ നേരത്തെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അറിയാവുന്നതായിരിക്കും. അതായത് അവരുടെ ഒരു പാസ്റ്റിലുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പഠിച്ച വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ നെയ്ബേഴ്സ് ആയിരുന്ന വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നേരത്തെയും കണക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് വിട്ടു നിന്നിട്ട് വീണ്ടും റീജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു കൺഫ്യൂഷൻ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിസിഷൻ എനർജിയാണ്. ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങി പോകണോ എന്നുള്ളൊരു ആശയക്കുഴപ്പമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെടുത്ത ആ ഒരു തീരുമാനം തെറ്റായി പോയോ, ഇങ്ങനെയല്ലല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് കരുതിയത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചുള്ള അവരുടെ മനസ്സിൽ കിടക്കുന്ന ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല. തീർച്ചയായിട്ടും അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു പേഴ്സൻ്റെ ഒരു അസ്വസ്ഥത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിയും അതുപോലെ നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കും. രണ്ടുപേരും രണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ രണ്ട് കൺട്രീസിലോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ഒരുമിച്ച് അവർ മുന്നോട്ട് പോകണമെന്നുണ്ടാവണമെന്നില്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് തുടർന്ന് പോകുന്ന ഒരു കണക്ഷൻ തന്നെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയാലും അല്ലാന്നുണ്ടെങ്കിലും അവരെപ്പോഴും നിങ്ങളുടെ പേഴ്സണെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ഒരു കണ്ണ് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ മേലുണ്ട് എന്ന് തന്നെ പറയാം. എപ്പോഴും അവർ നിങ്ങളുടെ പേഴ്സണെ വീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന പലർക്കും ഇവരിപ്പോൾ വളരെ കോപ്പറേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സഹകരണത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വൈസസ് കൊടുക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അഭിപ്രായം പറയാനായിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. അതായത് പലതരത്തിലും നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ളതാണ്.
അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് മേ ബി മറ്റുള്ള വ്യക്തികളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതായത് ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടീസ് ഉണ്ടാവും. ഒരു വ്യക്തിയാണ് മെയിനായിട്ട് നിൽക്കുന്നതെങ്കിലും ആ ഒരു പേഴ്സണ് ഒരു കമ്പാനിയനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റു വ്യക്തികളും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അവർ ആ ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയിലായതുകൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടേതായിട്ടുള്ള ഓവറായിട്ടുള്ള ആ ഒരു ഇൻ്റർഫിയറൻസ് അല്ലാന്നുണ്ടെങ്കിൽ അവരെ സ്പൈ ചെയ്യുന്ന കാര്യം, അവരുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും അവരൊട്ടും ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റീസിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തുടർന്ന് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടിയോട്, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവരുടേത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു 100/100 കൊടുത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവരുടെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവരൊട്ടും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു തീരുമാനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാം വളരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അതായത് ഇവരുടെ ഒരു മൈൻഡിനകത്ത് എന്താണെന്നുള്ളത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്ക് പോലും മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ സീക്രറ്റ്സ് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരാൾക്കത് പുറമേ നിന്ന് പിടികിട്ടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എൻ്റെ അധീനതയിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് വാശി പിടിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പുഷ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കിയിട്ടോ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നടപ്പിലാക്കുന്നത്. സ്നേഹം കാണിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ സംയമനത്തോടുകൂടി നിന്നിട്ടായിരിക്കാം അവരിങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ ഒരുപാട് സംശയങ്ങളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അവർ ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവണമെന്നില്ല, അവരുടെ മനസ്സിനകത്തായിരിക്കാം ഈ ഒരു സംശയം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും സ്പൈ ചെയ്യുന്നതും മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ മുന്നിൽ സ്നേഹം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ 100% നിങ്ങളുടെ തേർഡ് പാർട്ടി വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ കാണിക്കുന്ന സ്നേഹത്തിലായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിലായിക്കോട്ടെ തേർഡ് പാർട്ടിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സസ്പീഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ മുഴുവൻ സ്നേഹവും അവർക്ക് ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊസസീവായിട്ട് നിൽക്കുന്നത് മാത്രമല്ല അവരുടേതായിട്ടുള്ള എല്ലാ ഇമോഷൻസും തീർച്ചയായിട്ടും എനിക്ക് തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയധികം സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരെ ചീറ്റ് ചെയ്യുന്നുണ്ടോ, അവരിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ ഒരു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു തേർഡ് പാർട്ടിക്കുള്ള റോൾ എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമല്ല. കാര്യം നമ്മൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനും കാര്യങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇവരുടെ ഒരു നിർബന്ധം കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സണുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും തുടരാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലെന്നോ ഒക്കെ ഇവർ ചിലപ്പോൾ പ്രോമിസസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല അഷുറൻസോ ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ തെറ്റിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ മറച്ച് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു 100% ഫുൾഫിൽമെൻറ്റ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോട് അവർക്കില്ല. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇല്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു സ്പ്രെഡിനകത്ത് തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ടും മാത്രമല്ല സ്റ്റിൽ
നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടും സംതൃപ്തമായിട്ട് നിൽക്കുന്നല്ലെങ്കിൽ പോലും വളരെ ഫോഴ്സ്ഫുള്ളി അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി ഇത്തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിലനിൽക്കുന്ന ഈ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ പേഴ്സണോട് ഒരു ക്ലാരിറ്റി ആവശ്യപ്പെടുന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഇതുവരെ ഓപ്പണായിട്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. അവരുടെ മനസ്സിനകത്തായിരുന്നു ആ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവരത് ഓപ്പണായിട്ട് ചോദിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒട്ടും ഇനി ക്ഷമ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അവരുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യത്തിനായിരിക്കും അവർക്ക് ക്ലാരിറ്റി വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും അഷുറൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമായിരിക്കാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധമല്ല, ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരാളുടെ മനസ്സിനകത്ത് സംശയം കടന്നു കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. പിന്നീട് അതങ്ങോട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ആ ഒരു ചെറിയൊരു സംശയം, അത് ഉള്ളതായാലും ഇല്ലാത്തതായാലും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ സ്പോയിൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് എല്ലാ തരത്തിലും ഒരു കല്ലുകടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു വാക്ക് തർക്കവും കാര്യങ്ങളെല്ലാം അവർക്കിടയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ്ലി ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അതിനകത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടേതായിട്ടുള്ളൊരു എൻക്വയറീസ് അല്ലാന്നുണ്ടെങ്കിൽ സംശയത്തിൻ്റെ രീതിയിലുള്ള ഭാഷകൾ തീർച്ചയായിട്ടും അവരെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഇൻഡിസിഷൻ എനർജിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു മൂവിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരു എനർജി നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിവിടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഇവരുടേതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങളോടുള്ള ഇവരുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ് ഇപ്പോൾ ഉള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളോടുള്ള ഒരു എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയി പോയി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, നോ കോൺടാക്റ്റ് ആയിരിക്കാം. അതിനകത്ത് വളരെയധികം ഒരു ഹാർട്ട് പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി മൂലമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പിടിവാശി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധം കൊണ്ടോ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയതെങ്കിൽ അതുകൊണ്ടായിരിക്കാം മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാവണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ടൈം പ്രകാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നത് ഫ്യൂച്ചറിലേക്കാണ് ഈ ഒരു പേഴ്സൺ ഇത് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കറൻ്റ്ലി ഇതിനകത്തേക്ക് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നതായിട്ടല്ല, ഫ്യൂച്ചറിൽ ഇതിനകത്തൊരു മാറ്റം വരും, അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് നിങ്ങളെ തിരിച്ച് അവരിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റീകൺസിലിയേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു ടൈം വേണ്ടുന്ന ഒരു പേഴ്സണാണ്. അവർക്ക് കുറച്ച് സ്പേസ് വേണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ചൊരു ടൈം വേണം ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് കിടക്കാൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവുക എന്നുള്ള തരത്തിലല്ല ഇവർ ചിന്തിക്കുന്നത്. അവരോടൊപ്പം ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് വരാനാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. പെട്ടെന്ന് വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില എനർജീസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വരും, പക്ഷെ വന്നതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മളിപ്പോഴത്തെ ഒരു എനർജീസ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കണ്ടിട്ട് ഇത് തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് മൂലം അകന്നു നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം അല്ല, ഈ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഇടയ്ക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടതായിട്ട് വന്ന് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളോട് യാതൊരു കോൺടാക്റ്റും ഇല്ലാതെ മറ്റൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ വഴി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണെ പോലെയെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്മൂത്ത് ഗോയിങ് തടസ്സപ്പെടുത്തിയത് ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.